വെൽക്കം ബാക്ക് ടു ട്രിപ്പിംഗ് വിത്ത് EJ. ഇന്ന് ഞങ്ങൾ കേരള ടു ലഡാക്കിൻ്റെ ഡേ 2 ആണ്. അപ്പോൾ ഇന്നലെ എനിക്കറിയാം ഞങ്ങളിവിടെ ഗോവയിലേക്കാണ് വന്നത്. ഗോവ എന്ന് പറഞ്ഞാൽ നിഷിതാന്റെയും നവാസ്കേൻ്റെയും ഹൗസാണ് ഞങ്ങൾക്ക്. അവരാണ് ഞങ്ങളെ ഗോവനോട് ഇത്ര ഇഷ്ടം തോന്നിപ്പിക്കാനുള്ള കാരണം. അവരാണ് ഇപ്പം ഇന്ന് രാവിലെ ഫുഡും ഉച്ചയ്ക്കുള്ള ഫുഡും എല്ലാം തിന്നിട്ടാണ് നിശ്ചിത ഞങ്ങൾ അവിടുന്ന് യാത്ര അയക്കുന്നത്. അപ്പം എല്ലാത്തിനും ഇവർക്കൊരു താങ്ക്സ് പറയാണ്. താങ്ക്സിൽ മാത്രം ഓർക്കുന്നല്ല, വരുമ്പോ കാറ് നിറയെ കൊണ്ടുവരും. അതാണ്. അപ്പൊ ഞങ്ങൾ എന്തായാലും ഇനിയിപ്പോ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരുന്ന വരത്തിലും നിശ്ചിതക്ക് എന്തെങ്കിലും കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്. സമയം 8:30. ഞങ്ങളപ്പം പൂനെയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നിശ്ചിതന്റെ നവാസ്കിന്റെ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി. അത് നമുക്ക് അവരെ അടുത്തുനിന്ന് പറയാൻ പറ്റാഞ്ഞിട്ടാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നൈറ്റ് വന്നിട്ട് ഇവര് ഫ്ലാറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നതിന്റെ ചെറിയ പരിപാടികൾ നടക്കുകയാണ്. എന്നിട്ട് അവർ കിടക്കുന്ന മാസ്റ്റർ ബെഡ്റൂം നമുക്ക് ഒഴിഞ്ഞു കിടന്നിട്ട് അവര് പുറത്തുള്ള റൂം കിടന്നിട്ടാണ് നമ്മളവിടെ കിടന്നത്. അപ്പം എല്ലാത്തിനും താങ്ക്സ്. അപ്പം ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങി 8:30 ടൈം. അപ്പം ഇനി നേരെ പൂനെയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇവിടെ ഗോവയിൽ ചെറുതായിട്ട് മഴ പെയ്തിട്ടുണ്ട്. നല്ല മിന്നലായിരുന്നു. നമ്മൾ ഗോവയിൽ നിന്ന് പൂനെയിലേക്ക് പോകുന്നത് പോണ്ട വഴിയാണ്. ഗോവക്കാർ പോവണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് 460 കിലോമീറ്റർ ആണ് പൂനെയിലേക്കുള്ളത്. ഇപ്പോൾ ഞങ്ങൾ 8:30 സ്റ്റാർട്ട് ചെയ്ത്. അപ്പോൾ ഈ ഫുഡ് കഴിക്കാൻ കുറച്ച് സമയം എടുക്കുകയാണെങ്കിലും ഒരു ഈവനിങ് 7:30 ആകുമ്പോഴത്തേക്ക് നമ്മൾ റൈഡ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ രാവിലെ അതുപോലെ നമ്മൾ റോഡ് ട്രിപ്പൊക്കെ പോകുമ്പോൾ വണ്ടി എടുത്ത് ഇറങ്ങുമ്പോൾ എപ്പോഴും 4 ടയറും ചെക്ക് ചെയ്യുക. അതുപോലെ നമ്മളെ ഇത് വൈപ്പറിലെ വാട്ടർ അത് മസ്റ്റായിട്ട് ചെക്ക് ചെയ്യുക. കാരണം നമ്മൾ ഈ ഹൈവേയിലൊക്കെ പോകുന്ന സമയത്ത് ഫ്രണ്ടിൽ ട്രക്കുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മഴ പെയ്യുകയാണെങ്കിൽ നമ്മളെ ഗ്ലാസ്സിലേക്ക് വല്ലാതെ ആ ഓയിലും കൂടി മിക്സ് ആയിട്ടുള്ള ആ വാട്ടർ ഇങ്ങനെ തെറിക്കും. അന്നേരം നമ്മൾ ഈ ഫ്ലൂയിഡ് ഇട്ടിട്ട് വേണം കഴുകാൻ. അന്നേരം വെള്ളം ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരിചയമില്ലാത്ത സ്ഥലത്ത് വണ്ടി നിർത്തി ഒഴിക്കുക എന്ന് പറയുമ്പോൾ പോസിബിൾ അല്ല. അപ്പോൾ ആ കാര്യങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ചെക്ക് ചെയ്യും. ഗോവയിൽ നമുക്ക് പിന്നെ 100 രൂപ പെട്രോളിന് വരുന്നുള്ളൂ. നമുക്ക് നാട്ടിൽ 102 വരുന്നത്. പിന്നെ നമ്മളെപ്പോഴും റോഡ് ട്രിപ്പ് അല്ലെങ്കിൽ ടൂർ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് കാണുന്ന പെട്രോൾ പമ്പിൽ തന്നെ വണ്ടി നമ്മൾ ഫുൾ ടാങ്ക് ആക്കി വെക്കുക. മസ്റ്റായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് എവിടുന്ന് നെക്സ്റ്റ് പെട്രോൾ സ്റ്റേഷൻ കിട്ടുക എന്നുള്ളത് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ റിസ്ക് എടുക്കാതെ എപ്പോഴും ഒരു ഹാഫ് ടാങ്കിന് താഴെ എത്തുമ്പോൾ തന്നെ നമ്മൾ ഫുൾ ടാങ്ക് ആക്കിയിട്ട് കാണുന്ന പെട്രോൾ പമ്പിൽ നിന്ന് നമ്മൾ അടിച്ചു വെക്കുക. എല്ലാം ഓക്കെയാണ്. പക്ഷെ ഈ ഒരു സംഭവം പശുക്കളെ കൊണ്ടൊന്നും നടക്കാൻ കഴിയുന്നില്ല. ഫുൾ വണ്ടിയൊന്നും പോകാൻ കഴിയില്ല. ഫുൾ ബ്ലോക്ക് ആക്കിയിട്ടിരിക്കുകയാണ് റോഡ് മൊത്തം. നമ്മൾ മുംബൈ പോകുന്ന വഴിക്ക് നമ്മൾ ദൂദ്സാഗർ എന്ന് പറഞ്ഞ ബോർഡ് കണ്ടു. ഏകദേശം 35 കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ടോളസ്റ്റ് വാട്ടർഫാളാണ്. അപ്പോൾ ഏതായാലും നമ്മളത് കാണാതെ പോകുന്നത് ഭയങ്കര മിസ്സിങ് അല്ലേ. അപ്പോൾ നമ്മൾ അതും കൂടെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ച ഡീവിയേഷൻ എടുത്താണ്. അപ്പോൾ നമ്മൾ ഗോവയിൽ നിന്ന് പൂനെ പോകുന്ന വഴിക്ക് ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഒരു 40 കിലോമീറ്റർ ഗോവയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ആ ചെക്ക് പോസ്റ്റിൻ്റെ അവിടുന്ന് റൈറ്റിലേക്കുള്ള റോഡാണ്. അപ്പോൾ നമ്മൾ ആ റോഡ് എടുത്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ദൂദ്സാഗർ വാട്ടർഫോൾ കാണാനുള്ള ശ്രമം പരാജയപ്പെട്ടു. അവിടെ ഈ മരം മുറിക്കലൊക്കെ ആയിട്ട് പിന്നെ ജീപ്പ് ബന്ധാണ്. അപ്പൊ അങ്ങോട്ടേക്ക് മുകളിലോട്ട് വണ്ടി പോകുന്നില്ല. ഓ ഗൈസ്, നമ്മൾ കുടുങ്ങി. ഒരു കാര്യമില്ല. അപ്പൊ ചുമ്മാ ഒരു 30 കിലോമീറ്റർ ഇങ്ങോട്ടും അങ്ങോട്ടും ഒരു 60 കിലോമീറ്റർ ചുമ്മാ ഓടി. എന്നാലും കുഴപ്പമില്ല, നെക്സ്റ്റ് ടൈം നമുക്ക് വരുമ്പോൾ കാണാമെന്ന് വിചാരിച്ചു. തിരിച്ചുകൊണ്ട് പോകുന്നു. കാരണം അവർ പറഞ്ഞു വേറൊരു വണ്ടിയിൽ മുകളിലോട്ട് കൊണ്ടുപോകാം. പക്ഷെ മുകളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ അവർ ക്രൈം ത്രൂ ആയിട്ട് അങ്ങോട്ട് ഇറക്കി തന്നിട്ട് ബാക്കി നമ്മൾ നടക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈസി നമ്മൾ അങ്ങനെ ഒരു അഡ്വഞ്ചർ എടുത്തു കഴിഞ്ഞാൽ നമുക്കിന്ന് ചിലപ്പം പൂനെ എത്താൻ പറ്റിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടായി പോകും. പിന്നെ ഇവിടെയും വളരെ റയറാണ് വീടുകളും കാര്യങ്ങളൊക്കെ. നമ്മൾ റിസ്ക് എടുക്കേണ്ടെന്ന് ചോദിച്ചാൽ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചു പോകുന്നു.
നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹൈറ്റ് കൂടുന്തോറും രണ്ട് സൈഡിലും നല്ല നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് കാണുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കുറെ മങ്കീസിനെ കണ്ട്, പിന്നെ ദൂദ്സാഗർ വാട്ടർഫാളിന്റെ ഒരു ഭാഗം ഈ ഒരു ചുരത്തിന്റെ മുകളിൽ കാണാൻ കഴിഞ്ഞു. പക്ഷേ അവിടെ വ്യൂ പോയിന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇറങ്ങിയിട്ട് അതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞില്ല. ഇവിടെ വാഹനങ്ങൾ വളരെ കുറവാണ്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും പോകുന്നുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. പക്ഷെ രണ്ട് സൈഡും നല്ല നല്ല വനങ്ങളാണ്, നല്ല കാഴ്ചകളുമാണ്. ഇങ്ങനത്തെ വഴികളിലൂടെയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരിക്കലും മടുക്കൂല. പക്ഷെ വേറെ വാഹനങ്ങളൊന്നും കാണാത്തതും പിന്നെ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. അതാണ് മെയിനായിട്ട് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഗോവയിൽ നിന്ന് കർണാടകയിലേക്ക് കിടക്കുമ്പോൾ റോഡ് കണ്ടീഷൻ ഭയങ്കര മോശമാണ്. രണ്ട് സൈഡിലും കാടുകളും പിന്നെ നടുവിലാണെങ്കിൽ റോഡ് ഇത്രയും മോശമാണ്. നിറയെ കുഴികളുണ്ട്. അപ്പോൾ ഈ വഴിയിലൂടെ ഒക്കെ പോകുമ്പോൾ വണ്ടിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള വണ്ടികളാണെങ്കിൽ നമ്മൾ പെട്ടുപോകും. കാരണം നമുക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല ഓരോ കുഴികളും എത്രമാത്രം ലെങ്ത് ഉണ്ട് എന്നുള്ളത്. പിന്നെ ഇതാ ഇവിടെ കണ്ടില്ലേ, ഇത് വലിയൊരു കുഴികളാണ്. രണ്ട് സൈഡിലും കുഴിയായിട്ടാണ് നിൽക്കുന്നത്. അടിപൊളി. ഇതാ കാണുന്നില്ലേ മുന്നിലെ റോഡിന്റെ അവസ്ഥ? റോഡ് കാണാനില്ല കേട്ടോ. റോഡ് കാണാനേ ഇല്ല. നമ്മള് റോഡ് കണ്ടുപിടിച്ചിട്ട് വേണം പോവാന്. Head west on National Highway 748 toward Castle Rock and Mudh Road. Head east on National Highway 748. അപ്പം ഗൈസ് അടിപൊളിയാണ് കേട്ടോ റോഡ്. നമ്മൾ ഇങ്ങനത്തെ ഓഫ് റോഡ് വന്നതുകൊണ്ട് താഴെ 2-3 സ്ഥലത്ത് ഒരുതിയ പോലൊരു സൗണ്ട് കേട്ടിരുന്നു. അപ്പം ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് താഴെ മൊബൈൽ വെച്ചിട്ടൊന്ന് എടുത്തു നോക്കിയതാണ് വീഡിയോ. അപ്പം വലിയ കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരു റോഡ് കാണുന്നുണ്ട്. അത് ഒരു ഹോപ്പായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അവിടെ ഒരു റോഡ് കാണുന്നുണ്ട്. അത് നല്ലൊരു സൈൻ ആവട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അങ്ങോട്ട് ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. നമ്മളെല്ലാ പ്രതീക്ഷയും ആ റോഡിലാണ്. ഈ റോഡിന്റെ ഇതിന്റെ സൈഡിന്റെ ഒക്കെ അവസ്ഥ ഇതാണ്. ശരിക്കും ഒരുപാട് വണ്ടികൾ അടി തട്ടുന്ന സൗണ്ട് നല്ലോണം ഞങ്ങൾ കേട്ട്. എല്ലാവരും പുറത്തിറങ്ങിയൊക്കെ നന്നായിട്ട് ഈ റോഡിലൂടെ പോകാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നുണ്ട്.
ഇത് നമ്മൾ പോകുന്ന റൂട്ടാണ്. നമ്മൾ റൂട്ടിൽ ഇത് കണ്ടോ, ഇവിടെ ഈ പൊങ്ങി നിൽക്കുന്ന ഓരോ കല്ലുകളെന്ന് പറയുന്നത് ഇത് മൊത്തം കണ്ടാൽ നമ്മൾ കല്ലുകളാണ് എന്നാണ് വിചാരിക്കുക. പക്ഷെ ഈ ഓരോ സാധനങ്ങളും വരുന്നത് കമ്പികളാണ്. അപ്പം ഇതെല്ലാം കമ്പികളാണ്. നമ്മളെങ്ങാനും ശ്രദ്ധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് മതി നമ്മളെ വണ്ടി പഞ്ചറാവാൻ. അപ്പം നമ്മൾ പുറത്തൊക്കെ പോകുമ്പം ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഞങ്ങൾ പോണ റൂട്ടിൽ എന്തായാലും നല്ല മഴയാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ ഗട്ടറുകൾ കണ്ടില്ലേ. ഇന്നത്തെ യാത്ര എന്തായാലും നല്ല അടിപൊളിയാണ്. മഴ കാരണം ഓൾറെഡി ഒന്നും കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ ഗട്ടറുകൾ. എന്തായാലും യാത്ര നല്ല രസമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ വേറെ കാര്യം കേട്ടോ, അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഇതും എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം എല്ലാം നല്ല റോഡിലൂടെ ഹൈവേ കൂടെ മാത്രം പോയിട്ട് കാര്യമില്ലല്ലോ. മഴയൊക്കെ കഴിഞ്ഞതുകൊണ്ടാവും പാടൊക്കെ കാണാൻ വല്ലാത്തൊരു ഭംഗിയുണ്ട് കേട്ടോ. ടൈം ഇപ്പം ഉച്ചയ്ക്ക് 1:30 ആയിട്ടുണ്ട്. നമ്മൾ കർണാടകയിലെ ബെൽഗാവിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ നമ്മൾ ആ റോഡ് പണി നടക്കുന്നതിനെ കൊണ്ടാണ് കേട്ടോ അത്ര ഡിലേ ആയത് അവിടെ. എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ സിമ്പിളായിട്ട് പെട്ടെന്ന് എത്താൻ പറ്റുമായിരുന്നു. ഇനി അവിടെ നല്ല റോഡാണെന്ന് വിചാരിക്കുന്നു. ഇത് നമ്മള് ബെൽഗാവി റൂട്ട് തന്നെ കേട്ടോ. പക്ഷെ ഈ റോഡ് കണ്ടിട്ട് ഭയങ്കര ഭംഗി. ആകാശം ഏകദേശം നല്ലൊരു മഴ വരുന്ന എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റൂട്ട് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട്. ഏത് സമയത്തും ഒരു മഴ എക്സ്പെക്ട് ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ട് നിൽക്കുന്നത്. മഴ പെയ്യാൻ തുടങ്ങി. നല്ല ശക്തിയായിട്ടുള്ള മഴയാണ് വരുന്നത്. ഇതാണ് ബെൽഗാവ് സിറ്റി. ഇപ്പോൾ സമയം 3 മണിയായി. നമ്മൾ ബെൽഗാവ് സിറ്റിയിലാണ്. ബെൽഗാവ് വലിയ സിറ്റിയാണ്. അതുപോലെ തന്നെ നല്ല റഷുണ്ട്. ട്രാഫിക് ബ്ലോക്കുകളൊക്കെ. നമ്മള് ബൽഗാവ് കഴിഞ്ഞു. ഇപ്പം പൂനെ ഹൈവേയിലേക്ക് കയറി. ബൽഗാവ് ടൗണിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് അവിടെ കയറിയത്. ഇനിയിപ്പം ഒരു ഏകദേശം 200 കിലോമീറ്ററോളം ഇതേ രീതിയിലാണ് റോഡുള്ളത്. നല്ല അടിപൊളി റോഡും നല്ല ക്ലൈമറ്റും ആണ്.
മഹാരാഷ്ട്ര പോലീസിൻ്റെ ചെക്കിംഗ് ആണ്. അപ്പോൾ നമ്മളെ വണ്ടിയിലെ പേപ്പേഴ്സൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് എല്ലാ സ്ഥലത്തും ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ചെക്കിങ്ങുകൾ വരുന്നുണ്ട് കേട്ടോ. നമ്മളൊരു ടണലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. ആ പൂനെ സിറ്റീൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുന്നേ 2 ടണൽ വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഇത് ഏകദേശം 1.5 കിലോമീറ്ററോളം ലെങ്ത് വരുന്നുണ്ട്. സമയം ഇപ്പോൾ രാത്രി 10 o'clock ആയി. നമ്മളിവിടെ പൂനെ ഹൈവേയിലുള്ള ഹോട്ടൽ ശ്രീറാമിലൊരു റൂം എടുത്തിരിക്കുകയാണ്. അപ്പോൾ റൂം എടുക്കുന്ന സമയത്ത് 2500 ആണ് AC റൂമിന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അതൊരു ബാർഗെയിൻ ചെയ്തപ്പോൾ അത് 1750 രൂപയ്ക്കായിട്ട് നമുക്ക് കുറച്ച് തന്നിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് ബാർഗെയിൻ ചെയ്തിട്ട് നമുക്കൂടി ഒരു ഓക്കെ ആയിട്ടുള്ള ഒരു പ്രൈസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഈജെ നല്ല വിശപ്പിലാണ്. അപ്പോൾ ആൾക്ക് ന്യൂഡിൽസ് മതി എന്ന് പറഞ്ഞ് ന്യൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഡേ 2 ഇന്ന് കംപ്ലീറ്റ് ചെയ്തു. മോർണിംഗ് ഡേ 3 വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് നൈറ്റ്.